ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ കാര്യങ്ങളും ഓരോ വാക്കും എടുത്തു വെച്ച് ധ്യാനിക്കുമ്പോൾ ഒത്തിരി 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 വലിയ ഉൾക്കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുക. വിശ്വാസ പ്രമാണം ഇത്രമാത്രം ശക്തമാണെന്ന് പറയുവാനുള്ളൊരു കാരണം അതാണ്. അതിൻ്റെ അത് ഒത്തിരി വലിയൊരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വലിയ രഹസ്യമാണത്. ഓരോ പ്രാവശ്യവും ഓരോ വാക്കും എടുത്തു വെച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രചോദനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ സത്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ചെറിയ വാക്കുകൾക്കുള്ളിൽ ഇത്രമാത്രം വലിയ രഹസ്യങ്ങൾ കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അത്രമാത്രം ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ്, രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഈ വിശ്വാസ പ്രമാണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ ഒത്തിരി വിളിച്ചപേക്ഷിക്കാതെ നമുക്കിത് ഒരിക്കലും മനസ്സിലാവില്ല. കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് അയക്കണമേ, സ്ലീഹന്മാരുടെ മേൽ ആത്മാവിനെ കൊടുത്തതുപോലെ ഞങ്ങളിലേക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇത്ര വലിയ തീക്ഷ്ണതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ വചനം നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കറിയാമല്ലോ, സ്ലീഹന്മാർക്ക് പോലും വിശ്വാസത്തെക്കുറിച്ച് കർത്താവ് കൊടുത്തിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ മനസ്സിലാക്കി കിട്ടിയത് ആത്മാവിനെ ലഭിച്ചതിന് ശേഷമാണ്. നമുക്ക് വലിയ ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ വാക്കും എടുത്തു വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ ജനനം വരെയുള്ള കാര്യങ്ങൾ. കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന ഭാഗം വരെയുള്ളതാണ് നമ്മൾ ഇതുവരെ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു വാക്കുപോലും വിട്ടുപോകാൻ പറ്റില്ല. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്, എന്തിനാണ് ഈ വെറുതെ ഒരു മനുഷ്യൻ്റെ, അതും തെറ്റായ വിധി പ്രസ്താവിച്ച ഒരു മനുഷ്യന്റെ പേര് വിശ്വാസ പ്രമാണത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. കാരണം വേറൊന്നുമല്ല, പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കർത്താവ് ഈശോ മിശിഹ ഈ ലോകത്തിലെ ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ദൈവം അത് ആകാശങ്ങളിലിരിക്കുന്ന ദൈവം മാത്രമാണ് നമ്മുടെ ദൈവം. അല്ല, ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്ന ഒരു ചരിത്ര പുരുഷനെ പോലെ ജീവിച്ചവനാണ് കർത്താവ് ഈശോ മിശിഹ. അവൻ യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യനായിട്ട് വന്ന് പിറന്നു. ഈ ലോകത്തിൽ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്, അത് ചരിത്രം എടുത്ത് വെച്ച് പഠിച്ചാൽ പോലും നമുക്കത് കൃത്യമായിട്ട് തെളിയിക്കാവുന്ന രീതിയിൽ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്, ഈശോ ജീവിച്ചത് എന്നാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത്. ബൈബിളിൻ്റെ അകത്ത് മാത്രമല്ല, ചരിത്ര പുസ്തകങ്ങളിലും വലിയ ചരിത്രകാരന്മാർ പോലും കൃത്യമായി ഈശോയുടെ ജീവചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയുടെ ജനനത്തെക്കുറിച്ച്, അവൻ ജീവിച്ച സാഹചര്യങ്ങളെക്കുറിച്ച്, കർത്താവ് ഈശോ മിശിഹായുടെ മരണത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ. ചരിത്രകാരന്മാരായ, ഇത് ക്രിസ്ത്യൻ ചരിത്രകാരന്മാരല്ല, അല്ലാത്ത ചരിത്രകാരന്മാരായിട്ടുള്ള ജോസഫീസ്, ടാസിറ്റസ്, പ്ലിനി എന്നീ ആൾക്കാരൊക്കെ കൃത്യമായിട്ട് കർത്താവിൻ്റെ ജീവചരിത്രം മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്താണ് ഈശോ മിശിഹ പീഡാസഹനങ്ങൾ ഏറ്റു മരിച്ചത് എന്ന് നമ്മൾ പറയുന്നത്. അവൻ വെറുതെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം മാത്രമല്ല, നമ്മുടെ കൺമുമ്പിൽ, മനുഷ്യന്റെ കൺമുമ്പിൽ ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് പഠിപ്പിച്ച് ഈ ലോകത്തിൽ പീഡകൾ അനുഭവിച്ച് മരിച്ച ഒരു മനുഷ്യനായിട്ട് വന്ന് പിറന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നാമതായിട്ട് വിശ്വസിക്കേണ്ട കാര്യം ഇതാണ്: ദൈവം ഒരു ചരിത്ര പുരുഷനും കൂടെ ആയിരുന്നു. ഈശോ മിശിഹ, ഞാൻ വിശ്വസിക്കുന്ന ഈശോ, പുത്രനായ ദൈവം ഒരു ചരിത്ര പുരുഷനും കൂടിയാണ്. ഈ ലോകത്തിൽ വന്നവൻ യഥാർത്ഥത്തിൽ ജീവിച്ച് മരിച്ചവനാണ് എന്ന് നമ്മൾ ഏറ്റുപറയുന്നതാണ് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചേർത്ത് വെക്കാനുള്ള കാരണം. അല്ലാതെ ആ മനുഷ്യനോടുള്ള അഗാധമായ ബഹുമാനം കൊണ്ട് വിശ്വാസ പ്രമാണത്തിലേക്ക് എടുത്തു വെച്ചതല്ല. ആരുടെ കാലത്താണ്? ഇപ്പോൾ സീസറിന്റെ കാലത്ത് അല്ലെ, അങ്ങനെയൊക്കെ പറയാം, സീസറിന്റെ കാലത്ത് അല്ലെ, അങ്ങനെയൊക്കെ ഇന്ന ആളുടെ കാലത്ത് പേരെഴുതിക്കാൻ വേണ്ടി പോയി അല്ലെ, അങ്ങനെയൊക്കെ ബൈബിളിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിലും ഒക്കെ എഴുതി വെക്കുന്നത് അങ്ങനെയാണ്. ആരുടെ കാലത്ത്, ഏത് കാലഘട്ടത്തിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്, ആരുടെ കാലത്താണ് ഈശോ മിശിഹ പീഡാസഹനങ്ങൾ ഏറ്റു മരിച്ചത് എന്ന് ചോദിച്ചാൽ പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവൻ ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് വന്ന് പിറന്നു. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. മനുഷ്യനൊരിക്കലും ഇനി പറയാൻ പറ്റില്ല. കാരണം അവൻ ഈ ഭൂമിയിൽ മനുഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവനാണ്. മോശയോടൊക്കെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു രൂപം ഉണ്ടാക്കരുത്, ദൈവത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കരുത്. ഒരു കാരണവും കൂടെ പറയും. എന്താണെന്നറിയാവോ? നിങ്ങൾ ആരും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആരും ഇതുവരെ ദൈവത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ, ആകാശത്തിലോ ഭൂമിയിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല.
പക്ഷെ ഈ ലോകത്തിൽ നിന്റെ മുമ്പിൽ കാണാവുന്ന രീതിയിൽ വന്ന് ഈ ലോകത്തിൽ ജീവിച്ച് കാണിച്ചു തന്നവനാണ് ദൈവം. നിന്റെ കണ്ണുകൊണ്ട് കണ്ടവനാണ് ദൈവം. ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചവനാണ്, മനുഷ്യനായിട്ട് യഥാർത്ഥത്തിൽ വന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നോടൊപ്പം മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചവനാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്ന വാക്കാണ് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവൻ പീഡ സഹിച്ചു എന്ന് പറയുന്നത്. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത്. ഇനി ബാക്കി ഓരോ വാക്കുകളും, പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവൻ മരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ എന്ന് ചോദിച്ചാൽ പോരാ. ഇതിൻ്റെ അകത്തെ ഓരോ വാക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓരോ വാക്കും. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പം പീഡകൾ സഹിച്ചു, സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. നമ്മൾ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, സംസ്കരിക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പീഡകൾ സഹിച്ചു, രണ്ടാമതായിട്ട് സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു. വേറൊരു രീതിയിൽ വല്ല കത്തയും കൊണ്ട് കുത്തിക്കൊന്നതല്ല, തൂക്കിക്കൊന്നതല്ല, അല്ലെങ്കിൽ കിണറ്റി വീണ് മരിച്ചതല്ല, 4 കാലുള്ള കട്ടിലേ കിടന്ന് നിവർന്ന് കിടന്ന് മരിച്ചതല്ല, അസുഖം വന്ന് മരിച്ചതല്ല. കർത്താവ് മരിച്ചത് സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് ആണ് മരിച്ചത്. തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു. ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇത് ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ഒരെണ്ണം പോലും വിട്ടുകളയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാവോ? കർത്താവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മിശിഹായുടെ ജീവിതം എന്ന് പറയുന്നത് സംഭവിച്ചപ്പോഴല്ല ആളുകൾ അറിഞ്ഞത്, മറിച്ച് അതിന് വർഷങ്ങൾക്ക് മുമ്പ്, അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് കൃത്യമായിട്ട് ഈ ദൈവപുത്രൻ എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്, മരിക്കുന്നത്, അടക്കപ്പെടുന്നത്, ഉത്ഥാനം ചെയ്യപ്പെടുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ കർത്താവ് അരുളപ്പാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായാണ് എന്ന് തെളിയിക്കണമെങ്കിൽ, ഈശോ മിശിഹായാണ് എന്ന് യഥാർത്ഥത്തിൽ ഏറ്റു പറയാൻ പറ്റണമെങ്കിൽ കർത്താവിന്റെ ജീവിതത്തെക്കുറിച്ച്, കർത്താവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണോ മുൻപ് പ്രവചനങ്ങളിലും നിയമങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നത് അത് അതേപോലെ നിറവേറ്റപ്പെടണം. എങ്കിൽ മാത്രമേ ഈശോ മിശിഹായാണ് എന്നതിന്റെ തെളിവ് ലഭിക്കുകയുള്ളൂ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് കർത്താവ് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന രീതിയിലാണ് കർത്താവ് പെരുമാറുന്നത്, രക്ഷകൻ വന്നു കഴിയുമ്പോൾ ഇന്ന രീതിയിലാണ് പെരുമാറുന്നത്, അവൻ ഇന്ന രീതിയിൽ സഹിക്കേണ്ടി വരും, ഇന്ന രീതിയിലാണ് അവൻ മരിക്കുന്നത്, ഇന്ന രീതിയിൽ അവൻ അടക്കപ്പെടും, അവൻ ഉദ്ധാനം ചെയ്യും എന്നൊക്കെ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പ്രവചനങ്ങളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കർത്താവ് മിശിഹ സ്ലീഹന്മാരോട് കൂടെ ഈ എമ്മാവുസിലേക്ക് പോകുന്നൊരു സംഭവമുണ്ട്. എമ്മാവുസിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് അവരെ ഇരുത്തിക്കൊണ്ട് അവരുടെ കൂടെ നടന്നുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് നിയമങ്ങളിൽ എന്താണ് മിശിഹായെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഈശോയിൽ നിറവേറിയത്, പ്രവാചകന്മാർ എന്തൊക്കെയാണ് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് നിറവേറിയത്, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതെങ്ങനെയാണ് ഈശോയിൽ നിറവേറിയത്. അത് പറയുന്നത് എന്താണെന്നറിയാവോ? ആ ജീവിച്ച് മരിച്ച ഈശോ മിശിഹായാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മിശിഹ ഇങ്ങനെയൊക്കെയാണ് എന്ന് പ്രവാചകന്മാരിലൂടെയും നിയമങ്ങളിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ മുൻപേ തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് പൂർത്തിയായെങ്കിലേ മിശിഹായാണ് ഇവിടെ വന്നത് എന്നുള്ളതിന് തെളിവാകുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം വിവരിച്ചു കൊടുത്തിട്ട് അവസാനം അവരോട് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്, അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഇതെല്ലാം പൂർത്തിയായെങ്കിലേ ഞാൻ മിശിഹായാവുള്ളൂ. അപ്പം ഈശോ മിശിഹായാണ് എന്ന് നമുക്ക് ഏറ്റു പറയാൻ പറ്റണമെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം, ഈ നിയമത്തിലൂടെ പറഞ്ഞിട്ടുള്ളവയെല്ലാം, സങ്കീർത്തനങ്ങളിൽ ലഭിച്ച മുന്നറിയിപ്പുകളെല്ലാം ഈശോയിൽ പൂർത്തിയായി എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കണം. അത് തെളിവോടുകൂടി നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്, ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് ഈ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണോ പഴയ നിയമത്തിലൂടെ കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, മിശിഹായെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, അതൊക്കെ ഈശോയിൽ പൂർത്തിയായി എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറയണം. അതുകൊണ്ടാണ് അവൻ പീഡ സഹിച്ചു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് അവൻ പീഡ സഹിച്ചു, സ്ലീവായിൽ തറയ്ക്കപ്പെടുക മാത്രമല്ല അവിടെ വെച്ച് മരിച്ചു, സംസ്കരിക്കപ്പെട്ടു,
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ഈ കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പുകൾ തന്നിട്ടുള്ളതാണ്. ഈ മിശിഹായ ആരാണ് എന്ന് വെളിവാക്കി തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ മിശിഹായെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഏറ്റു പറയണം. നമ്മൾ ചുമ്മാ ഒരു പെട്ടെന്ന് അച്ഛനൊന്ന് പറഞ്ഞു പോകാം. അതായത് മുന്നറിയിപ്പുകൾ തന്നിട്ടുള്ളതും പൂർത്തിയായിട്ടുള്ളതുമൊക്കെ. അതായത് യഹൂദരുടെ വംശത്തിൽ പിറക്കുന്നു, മിശിഹ യഹൂദരുടെ വംശത്തിൽ പിറക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 10 വാക്യത്തിൽ പറയുന്നുണ്ട്. കന്യകയിൽ നിന്നാണ് പിറക്കുന്നത് എന്ന് യെശയ്യായുടെ പ്രവചനം 7 അധ്യായം 14 വാക്യത്തിൽ പറയുന്നുണ്ട്. ദാവീദ് രാജാവിൻ്റെ പരമ്പരയിൽ പിറക്കുമെന്ന് യെശയ്യായുടെ പ്രവചനം 9 അധ്യായം 7 വാക്യം. പീഡാനുഭവത്തെക്കുറിച്ച് കേട്ടവരൊന്നും വിശ്വസിച്ചില്ല. ഇതൊക്കെ സംഭവിക്കുമെന്ന് ആര് വിശ്വസിച്ചു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു. വിലയായി ലഭിക്കുന്നുണ്ട്, ഇടയൻ്റെ വിലയായിട്ട് ലഭിക്കുന്നത് 30 ഷെക്കൽ, 30 വെള്ളിക്കാശ് അല്ലെങ്കിൽ 30 ഷെക്കൽ കാശ് ആണ് എന്ന് പറയുന്നത് സക്കറിയായുടെ പുസ്തകം 11 അധ്യായം 12 വാക്യം. കുറ്റം ആരോപിക്കുന്നവരുടെ മുമ്പിൽ അവൻ നിശബ്ദനായിരുന്നു എന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 7 വാക്യം. അവൻ്റെ അങ്കിക്കായി അവർ ചിട്ടിയിട്ടു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22 അധ്യായം 18 വാക്യം. അവരെല്ലാവരും അവഹേളിച്ചു. പ്രത്തോറത്തിൽ കൊണ്ടുപോയിട്ട് ചുറ്റും നിന്നിരുന്ന എല്ലാവരും അവനെ കളിയാക്കി അവഹേളിച്ചു, ഒത്തിരിയേറെ അവനെ ദുഷിച്ചു പറഞ്ഞു. ഇത് നമ്മളോട് പറയുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22 അധ്യായം 7-8 വാക്യങ്ങളാണ്. തിരിച്ചറിയാനാവാത്ത വിധം അവൻ പീഡിപ്പിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം നമുക്കറിയാം, സഹനദാസനെ കുറിച്ചുള്ളതാണ്. അതിന് വിവരണം, കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിവരണം മുഴുവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിലുണ്ട്. 53 അധ്യായത്തിൽ തിരിച്ചറിയാനാവാത്ത വിധം അവനെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഈ സഹനദാസനെ കുറിച്ച് അവതരിപ്പിക്കുകയാണ് അവിടെ. വീണ്ടും അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിക്കപ്പെട്ടിട്ടില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 20 വാക്യം. അവൻ ധനികരുടെ കൂടെ അടക്കപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 9 വാക്യം. അഴുകുന്നതിന് മുമ്പ് അവൻ ഉയർപ്പിക്കപ്പെടും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16 അധ്യായം 10 വാക്യം. ദൈവത്തിൻ്റെ വലത് ഭാഗത്തേക്ക് അവൻ ഉയർത്തപ്പെടുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 110 അധ്യായം 1 വാക്യം. ഇതൊക്കെ അച്ഛൻ പറഞ്ഞതെന്നറിയാവോ? ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം ചെയ്ത് കർത്താവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കാര്യം വരെയുള്ള കാര്യങ്ങളൊക്കെ ഈശോ ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് പിറക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയെ തിരിച്ചറിയാൻ, അവൻ മിശിഹായാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പിതാവായ ദൈവം പല രീതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈശോയെ അവൻ മിശിഹായാണ് എന്ന് ഏറ്റു പറയണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവനിൽ നിറവേറി എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഓരോ വാക്കും എടുത്തെടുത്ത് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയാനുള്ള കാരണം. അപ്പം അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്താണ് അവൻ പീഡകൾ സഹിച്ചത്. അവൻ പീഡകൾ സഹിച്ചു, സ്ലീവയിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് മരിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം, അല്ലേ? പല വിശ്വാസങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പല ആൾക്കാർ നോവലുകൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഈശോ കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലേ? നമ്മുടെ പലരുടെയും ആഗ്രഹത്തിൻ്റെ പേരിൽ, കർത്താവ് മരിച്ചെന്ന് പറയാതിരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ പലരും അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്, പല കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ വിശ്വസിക്കണം, അവൻ കുരിശിൽ പീഡ സഹിച്ച് മരിച്ചവനാണ്. മരിച്ചത് മാത്രമല്ല, അവൻ അടക്കപ്പെട്ടു. അത് മുൻപേ തന്നെ വെളിപ്പെടുത്തി കിട്ടിയതാണ്. അവൻ അടക്കപ്പെട്ടു. അതുവരെ അടക്കം ചെയ്യാതിരുന്ന ഒരു കല്ലറ അതിനടുത്തുണ്ടായിരുന്നു. അവൻ അവിടെ അടക്കം ചെയ്യപ്പെട്ടു. 3-ാം ദിവസം അവൻ ഉത്ഥാനം ചെയ്തു. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നും നീ ഏറ്റു പറഞ്ഞ് വിശ്വസിക്കണം. ഒരെണ്ണം പോലും വിട്ടുകളയാൻ പറ്റില്ല. അവൻ പീഡ സഹിക്കാതെയാണ് മരിച്ചത് എന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ പീഡ സഹിച്ചു, ഒത്തിരിയേറെ പീഡ സഹിച്ചവനാണ് അവനെന്ന് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അവൻ ഒത്തിരിയേറെ അപമാനങ്ങൾ ഏറ്റവനാണ്, ശരീരത്തിൽ ഒത്തിരിയേറെ മുറിവുകൾ ഏറ്റവനാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ മരിച്ചു, ഈ ലോകത്തിൽ അവൻ മരിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അവൻ മരിച്ചതെന്ന് അച്ഛൻ തുടർന്ന് പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് അവൻ ഇത്രമാത്രം പീഡ സഹിച്ചത്, എന്തുകൊണ്ടാണ് അത് മരിച്ചത് എന്ന് പിന്നീട് നമ്മൾ പറയും. അവൻ അടക്കം ചെയ്യപ്പെട്ടു, അവൻ ഉത്ഥാനം ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഏറ്റു പറഞ്ഞ് വിശ്വസിക്കേണ്ടതാണ്. ഇനി ഈ പീഡാനുഭവത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ് ഈ പീഡാനുഭവത്തിന്. അതല്ല എങ്കിൽ ആർക്കും കർത്താവിനെ പീഡിപ്പിക്കാൻ പറ്റില്ല. അവൻ സർവ്വശക്തനായ ദൈവമാണ്, അവനെ ആർക്കും പീഡിപ്പിക്കാനായിട്ട് പറ്റില്ല. അവൻ സ്വയമേ വിട്ടുകൊടുത്തത് കൊണ്ടാണ് അവനെ എപ്രകാരം പീഡിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അത് പീഡാസഹനത്തിന് വിട്ടുകൊടുക്കാനുള്ള കാരണം തുടർന്ന് നമ്മൾ പറയും.
അവൻ വിട്ടുകൊടുത്തത് കൊണ്ടാണ് അവനെ പീഡിപ്പിച്ചത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നു. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 53-54 വാക്യങ്ങൾ. അവിടെ പത്രോസ് ലീഹ ഒരു ചെറിയ കലാപരിപാടി കാണിക്കും. അതായത് ഈശോയെ പിടിക്കാനായിട്ട് വരുമ്പോൾ പത്രോസ് ലീഹ വാളൂരി ഒറ്റ വെട്ടുവെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ പത്രോസ് ലീഹയോട് കർത്താവ് പറയുന്നത്, സ്ലേഹന്മാരോട് കർത്താവ് പറയുന്ന കാര്യമാണ്, എനിക്ക് രക്ഷപ്പെടാനായിട്ട് നിങ്ങളൊന്നും യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ സ്വർഗത്തിൻ്റെ സൈന്യം ഇവിടെ വന്ന് യുദ്ധം ചെയ്യുമായിരുന്നു. എനിക്ക് പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്ന് നീ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കണമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? ഇത് ദൈവം തന്നെയാണ് അവനെ തന്നെ വിട്ടുകൊടുക്കുന്നത്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ വരും. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ അച്ഛൻ തുടർന്ന് പറയും. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾ അതിനകത്ത് പങ്കാളികളായിരുന്നവർക്ക് കുറ്റമുണ്ടോ, കുറവുണ്ടോ, അല്ലെങ്കിൽ അവർ തെറ്റുകാരാണോ അല്ലയോ, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ദൈവ നിശ്ചയപ്രകാരമായിരുന്നു. അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ് പീഡാസഹനത്തിന്. അവൻ മരണം സ്വയം വരിച്ചതാണ്, സ്വയം ഏറ്റെടുത്തതാണ്, മരണത്തിന് അവനെ തന്നെ വിട്ടുകൊടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. പാപപരിഹാര ബലിയായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള എല്ലാ തലമുറകൾക്കും വേണ്ടി, നമുക്കൊക്കെ ഉൾപ്പെടെ വേണ്ടി പാപപരിഹാര ബലിയായിട്ടാണ് അവൻ തന്നെ ഈ പീഡാസഹനത്തിന് വിട്ടുകൊടുത്തത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കേണ്ടത് ഇതാണ്: കർത്താവ് ശംസിഹയുടെ പീഡാസഹനത്തിൻ്റെ, അവൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണക്കാർ ആരാണ്? നമുക്കറിയാം, യഹൂദർ അല്ലെങ്കിൽ ഫരിസേയർ, നിയമജ്ഞർ, അവരാണ് ഈശോയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. യൂദാസ് ഒറ്റിക്കൊടുത്തു. അവർ പിടിച്ചുകൊണ്ട് പോകുന്നു, കർത്താവിനെ കൊല്ലണമെന്ന് വാശി പിടിക്കുന്നു. അവസാനം പന്തിയോസ് പിലാത്തോസ് കുറ്റം വിധിക്കുന്നു. കർത്താവിനെ വളരെയേറെ പീഡാസഹനങ്ങൾ ഏൽപ്പിച്ച് അവനെ കുരിശിൽ മരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവനെ കുരിശിൽ കൊല്ലുന്നു. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇവരെല്ലാവരും തെറ്റുകാർ തന്നെയാണ്. പക്ഷേ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പത്രോസ് ലീഹ ഇപ്രകാരം ഒരു കാര്യം പറയും: സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് കർത്താവിനെ തള്ളി പറഞ്ഞത്. കർത്താവിനെ ക്രൂശിച്ചത് അജ്ഞത മൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്: എൻ്റെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയായകയാൽ ഇവരോട് പൊറുക്കണമേ. ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് തെറ്റല്ല എന്നല്ല പറയുക. ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവരുടെ അജ്ഞത കൊണ്ടാണ് അവർ ആ തെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അജ്ഞത കൊണ്ട് ചെയ്യുന്ന തെറ്റിന് കർത്താവ് തന്നെ പരിഹാരം ചെയ്ത് കുരിശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടും കൂടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അവർ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അതൊക്കെ അജ്ഞത കൊണ്ട് ചെയ്യുന്നത് തെറ്റുകൾക്ക് ഒരു പരിഹാരമുണ്ട്. പക്ഷെ അജ്ഞത ഇല്ലാതെ ചെയ്യുന്ന തെറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിഹാരമില്ല, അതിനുവേണ്ടി അർപ്പിക്കാൻ വേറൊരു ബലിയില്ല എന്ന് കർത്താവ് പറയുകയാണ്. വീണ്ടും നമ്മൾ വായിച്ച് വരുമ്പോൾ പറയുകയാണ്, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് കർത്താവിനെ കുരിശിൽ തറച്ചുവെങ്കിൽ ഇന്നും നമ്മൾ കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുക, വീണ്ടും കർത്താവിനെ കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ ബലിയിൽ നമ്മുടെ പാപങ്ങളും ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാപവും അവൻ്റെ പീഡാസഹനത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും കർത്താവിനെ ബാധിക്കുന്നുണ്ട്, അല്ലേ? ഓരോ തെറ്റുകളും കർത്താവിനെ ബാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾ ഇവർക്ക് ചെയ്തതൊക്കെ എന്നോട് തന്നെയാണ് ചെയ്തത്. നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എന്നോടാണ് ചെയ്യാതിരുന്നത്.
ഈ സഹോദരനോട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നോട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കർത്താവിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, സഭയെ പീഡിപ്പിക്കുമ്പോൾ സാവൂളിനെ താഴെ ഇട്ടിട്ട് കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യം പ്രകാരമാണ്. അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവൻ നിലം പതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപവും കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതേ നിഷേധിക്കുന്നതാണ് ഗൗരവമേറിയ പാപമെങ്കിൽ, അജ്ഞത മൂലം യഹൂദര് ചെയ്ത പാപം പോലെ തന്നെ വലിയ പാപമാണ് നമ്മൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ കാരണക്കാർ എന്നത് യഹൂദരാണ്, അല്ലെങ്കിൽ ഫരിസേയരാണ്, അല്ലെങ്കിൽ കർത്താവിന് എതിരെ കുറ്റം പറഞ്ഞവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കർത്താവ് വിശ്വസിച്ച അന്ന് സഹിച്ച പീഡാനുഭവം തലമുറകൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്, നമ്മൾ ചെയ്യുന്ന പാപത്തിന് കൂടി വേണ്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവർ അജ്ഞത മൂലം ചെയ്ത തെറ്റിനേക്കാൾ ഗൗരവമേറിയതായിരിക്കും ഒരു പക്ഷേ നമ്മൾ ബോധപൂർവം സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും പ്രകാശത്തിലേക്ക് കടന്നു വന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപം ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ കുരിശിലെ പീഡാസഹനത്തിൻ്റെ കാരണക്കാർ നമ്മളാണ് എന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ അംഗീകരിച്ച് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഇനി അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, കർത്താവിൻ്റെ പീഡാസഹനം കൊടുക്കാതിരിക്കാൻ, കർത്താവിൻ്റെ കുരിശുമരണത്തിന് ഞാൻ കാരണമാകാതിരിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കർത്താവ് ഈ എത്ര വലിയ പാപം ചെയ്താലും ഈശോയെ തന്നെ ദ്രോഹിക്കുന്നതാണ് പാപം എന്നൊക്കെ നമുക്കറിയാം, കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ എല്ലാം കാരണം. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും ആരെയും തള്ളിക്കളയുന്നില്ല. ഒരാൾ മാത്രമേ നഷ്ടപ്പെട്ടു പോയതായിട്ട് കർത്താവ് പറയുന്നുള്ളൂ, അത് യൂദാസ്. യൂദാസിനോടും കർത്താവ് പല പ്രാവശ്യം പറയുന്നുണ്ട്, ഇന്ന ഒരു വലിയ തെറ്റ് സംഭവിക്കാൻ പോവുകയാണ്, പക്ഷേ നീ മനസ്സാന്തരപ്പെട്ടാൽ മതി, നിന്നെ ഞാൻ സ്നേഹിക്കും, തിരിച്ചു പിടിക്കും എന്നൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ പാപത്തിൻ്റെ മേലിൽ അവൻ മനസ്സപിക്കാതെ പോയി കെട്ടിത്തൂങ്ങി ചത്തതുകൊണ്ടാണ് അവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. ബാക്കി എല്ലാവർക്കും വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ഇവരുടെ അജ്ഞത മൂലമാണ് ഇത് സംഭവിച്ചു പോയത്, അതുകൊണ്ട് ഇവരോട് പൊറുക്കണമേ. നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ അജ്ഞത മൂലം, നമ്മുടെ ബലഹീനത മൂലം സംഭവിക്കുന്നതിനൊക്കെ വേണ്ടി കർത്താവ് പീഡാസഹനങ്ങൾ ഏറ്റിട്ടുണ്ട്. വീണ്ടും കർത്താവിനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈശോ പീഡാസഹനം സഹിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കർത്താവ് സ്വയം പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്, സ്വയം പീഡാസഹനത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്, സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവന് വേണമെങ്കിൽ യുദ്ധം ചെയ്ത് എല്ലാത്തിനെയും തോൽപ്പിക്കാമായിരുന്നു, ഒരൊറ്റ ഒരുത്തനും അവനെ തൊടാതെ അവന് നോക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു. മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മരണപ്പെട്ടു പോയ മനുഷ്യവംശത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മോചനദ്രവ്യമായി അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി, അവനെ മോചിപ്പിക്കാൻ വേണ്ടി, അവൻ ജീവൻ കൊടുത്ത് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം പിന്നെ അവൻ മരിച്ചില്ലെങ്കിൽ, അവൻ പീഡാസഹനങ്ങൾ ഏറ്റില്ലെങ്കിൽ അതാണ് കുഴപ്പം. അപ്പം അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ഈ മോചനദ്രവ്യമാകാൻ വേണ്ടിയിട്ടാണ്, മോചിപ്പിക്കാനുള്ള കാര്യം കൊടുക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി 1,00,000 രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ 1,00,000 രൂപ കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നു, നിന്നെ മോചിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് കർത്താവിന് ജീവനായതുകൊണ്ട് അവൻ ആ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ മരിച്ചത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അതായത് മനുഷ്യൻ ആദ്യം ചെയ്ത തെറ്റ് അനുസരണക്കേട്. അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് മരണത്തോളം അനുസരണയുള്ളവനായി ജീവിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാൻ വേണ്ടി. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തെറ്റ് ചെയ്തെങ്കിൽ
മനുഷ്യൻ വേണം അതിന് പരിഹാരം ചെയ്യാൻ. അച്ഛൻ പറയുന്നത് നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. മനുഷ്യനാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് മനുഷ്യൻ തന്നെ അതിന് പരിഹാരം ചെയ്യണം. മനുഷ്യൻ ചെയ്ത തെറ്റെന്ന അനുസരണക്കേട് കാണിച്ചു, അതുകൊണ്ട് മറ്റൊരു മനുഷ്യൻ പൂർണ്ണമായും അനുസരിച്ച് മരണം വരെ അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം. അതാണ് അതിനുള്ള പരിഹാരം. അതുകൊണ്ട് ഒരു മനുഷ്യനും അപ്രകാരം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം തന്നെ ദൈവത്തിൻ്റെ സ്ഥാനം മറന്ന് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനെ പോലെ ആയിത്തീർന്ന് അവസാനം വരെ എന്തെല്ലാം പീഡാസഹനങ്ങളുണ്ടായിട്ടും പ്രതികരിക്കാതെ നിന്ന് അവസാനം വരെ അനുസരണം കാണിച്ച് ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് നമുക്ക് രക്ഷ നേടിത്തന്നു, പരിഹാരം നേടിത്തന്നു. അച്ഛൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് അച്ഛൻ കരുതുകയാണ്. അതായത് നമ്മൾ അനുസരണക്കേട് കാണിച്ചു, മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അതിനുള്ള ദൈവത്തിൻ്റെ നീതിന്യായ കോടതിയിലെ പരിഹാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അനുസരണം പൂർണ്ണമായി അനുസരിക്കണം. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യനും ഇപ്രകാരം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം പിശാച് ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിക്കും. അതുകൊണ്ട് ദൈവം തൻ്റെ സ്ഥാനം മറന്ന് ഈ ലോകത്തിൽ വന്ന് മനുഷ്യനെ പോലെ ആയിത്തീർന്ന് അവസാനം വരെ ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിച്ച് മരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നു, പരിഹാരം ചെയ്തു തന്നു. അതാണ് സത്യം. അപ്പം അതുകൊണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് വായിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയോന്ന് ഒന്നോടൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് അവൻ്റെ ശരീരം ബലഹീനമായതുകൊണ്ട്, അവൻ്റെ മനസ്സ് ബലഹീനമായതുകൊണ്ട് അവൻ അസാധ്യമായ കാര്യം ദൈവം തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. മനുഷ്യന് വേണ്ടി ദൈവം തന്നെ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ഇനി ദൈവത്തിന് അവിടെ ഇരുന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് ദൈവം ചെയ്തത് എന്നതാ, തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പാപം ചെയ്യുമ്പോൾ കാലിക ശിക്ഷയും നിത്യശിക്ഷയും ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് അവൻ്റെ ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് ശരീരത്തിൽ തന്നെ പീഡാസഹനങ്ങളുണ്ട്. അതിന് അവൻ ചെയ്തെന്താ? നിന്നെ കൊണ്ട് സഹിപ്പിക്കാതെ ദൈവം, നിന്റെ ബലഹീനമാക്കപ്പെട്ട നിയമം കൊണ്ട് സാധൂകരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ അവൻ്റെ ശരീരം സ്വീകരിച്ച് നമ്മുടെ പാപത്തിനുള്ള പരിഹാരം അവൻ്റെ ശരീരം കൊണ്ട് ചെയ്തു. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ പീഡാസഹനത്തെ ഏറ്റുപറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിലൂടെ കണ്ണീര് വരണം. കാരണം ദൈവം എന്തുമാത്രമാണ് സ്നേഹിച്ചേക്കുന്നു, എന്തുമാത്രം സ്നേഹിച്ചു. നമ്മൾക്കിതൊരു ഒരു ഊഹാപോഹമായിട്ടോ അല്ലെങ്കിൽ ഒരു ഐതിഹ്യമായിട്ടോ ഒന്നും കാണാൻ പറ്റില്ല. ഇത് ചരിത്ര സത്യമാണിത്. ഈശോ ഈ ലോകത്തിൽ വന്ന് ഇപ്രകാരം ജീവിച്ചു എന്നത് ചരിത്ര സത്യമാണ്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൻ സംഭവിച്ചതിന് ശേഷം എഴുതി വെച്ചതല്ല. അതിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് മിശിഹായാണെന്ന് തെളിയിക്കാൻ വേണ്ടി കർത്താവ് നേരിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അതൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നോരോന്ന് എണ്ണിയെടുത്ത് പറയുന്നത്. ഇനി അവൻ്റെ പീഡാസഹനം എന്തിനു വേണ്ടിയിട്ടായിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹൂദരെ തള്ളിപ്പറഞ്ഞിട്ട് നമുക്ക് കൈ കഴുകാൻ പറ്റില്ല. കാരണം അവർ ചെയ്തിട്ടുള്ള പാപത്തെക്കാട്ടിലും ഗൗരവമേറിയ പാപമാണ് നമ്മൾ ചെയ്യുന്നുള്ള പാപം. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പറയുന്ന ഒരു സത്യമുണ്ട്. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പറയുകയാണ്, പിശാചുകൾ പോലും ഈശോയെ ക്രൂശിച്ചില്ല, എന്നാൽ നീ അവരോട് ചേർന്ന് അവിടുത്തെ ക്രൂശിച്ചു. അല്ലേ? മനുഷ്യനല്ലേ ഈശോയെ ക്രൂശിച്ചത്? മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്ന കർത്താവിനെ ക്രൂശിച്ചത് മനുഷ്യനാണ്, പിശാചല്ല. പക്ഷേ ഈ മനുഷ്യൻ പിശാചിനോട് ചേർന്ന് നിന്നതുകൊണ്ട് ഈ ഈശോയെ ക്രൂശിച്ചു. വീണ്ടും പറയുകയാണ്, തിന്മകളിലും പാപങ്ങളിലും നീ ആഹ്ലാദിക്കുമ്പോൾ ഇന്നും നീ അവിടുത്തെ ക്രൂശിക്കുന്നു. തിന്മകളിലും പാപങ്ങളിലും നീ സന്തോഷിക്കുമ്പോൾ, നിനക്ക് തിന്മയും പാപവും ഉണ്ടാകുമ്പോൾ നിനക്ക് മനസ്താപമാണ് ഉണ്ടാകുന്നതെങ്കിലല്ല, അതേസമയത്ത് നിനക്ക് തിന്മയും പാപവും ഉണ്ടാകുമ്പോൾ നീ ഉള്ളിൽ സന്തോഷിക്കുകയാണ്, അതിനകത്ത് നീ ആഹ്ലാദം കണ്ടെത്തുകയാണ്. അങ്ങനെ ആകുമ്പോൾ നീ വീണ്ടും വീണ്ടും ഇന്നും അവനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പറയുന്ന കാര്യമാണ്. ഒരിക്കൽ കൂടി അച്ഛൻ പറയാം, പിശാചുകൾ പോലും ഈശോയെ ക്രൂശിച്ചില്ല, എന്നാൽ നീ അവരോട് ചേർന്ന് അവിടുത്തെ ക്രൂശിച്ചു. തിന്മകളിലും പാപങ്ങളിലും നീ ആഹ്ലാദിക്കുമ്പോൾ ഇന്നും നീ അവിടുത്തെ ക്രൂശിക്കുന്നു.
എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രമാണത്തിലെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന സത്യം ഇപ്രകാരമാണ്: കർത്താവേ, നീ ചരിത്ര പുരുഷനാണ്. നീ ഈ ലോകത്തിൽ വന്ന് പിറന്ന് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ചവനാണ്. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് നീ ഇപ്രകാരം സംഭവിച്ചുവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നീ ഈ ലോകത്തിൽ വന്ന് ഒരു കെട്ടുകഥയൊന്നുമല്ല, ഇത് ചരിത്ര സത്യമാണ്. നീ ഈ ലോകത്തിൽ വന്നുവെന്നും എനിക്ക് വേണ്ടി ഇപ്രകാരം റിയലായിട്ട് പീഡ സഹിച്ചുവെന്നും മരിച്ചുവെന്നും ഉദ്ധാനം ചെയ്തുവെന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഏറ്റുപറയേണ്ട ഒരു വലിയ സത്യമാണ്. ഇനി കർത്താവെ, നീ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ നിൻ്റെ ജീവിതത്തിൽ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നീ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെയും നിയമങ്ങളിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും കർത്താവ് വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കുന്നത്. അതുകൊണ്ട് നീ മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതോ ഒരു മനുഷ്യൻ പീഡ സഹിച്ച് കുരിശേ കയറി മരിച്ചതല്ല, മറിച്ച് നീ മിശിഹ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പീഡാസഹനവും ഈ മരണവും ഈ ഉത്ഥാനവും ഒക്കെ കർത്താവെ എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് കർത്താവേ, നീ ഉന്നതമായ സ്ഥാനം കൈവെടിഞ്ഞിട്ട് ഈ ലോകത്തിൽ എൻ്റെ സാദൃശ്യത്തിലായി തീർന്ന് എനിക്ക് വേണ്ടി നിൻ്റെ ശരീരത്തിൽ ഈ പാപത്തിനുള്ള പരിഹാരം ഏറ്റെടുത്തതാണ് ഈ പീഡാസഹനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്താൽ നമ്മുടെ ഉള്ളം കത്തിജ്വലിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഉള്ളം കത്തിജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കാണ് വലിയ ഉത്തരങ്ങൾ കിട്ടുന്നത്. ഈ ഫൗസ്റ്റീന പുണ്യവതിയൊക്കെ ദൈവസ്നേഹത്താൽ കത്തിജ്വലിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച സമയത്തൊക്കെ കെട്ടിടങ്ങൾക്കൊക്കെ തീ പിടിച്ചു പോകുന്നു. അതുപോലെ ഉള്ളിൽ കത്തലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കത്തിജ്വലിക്കണം. ദൈവത്തോടുള്ള പേടിയല്ല, കർത്താവിനോടുള്ള പേടിയല്ല. ഒരു പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി എന്നതിന് കർത്താവിനെ പേടിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അവൻ എന്നെ തിരിച്ച് വീണ്ടും സ്നേഹിക്കുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി അവനോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. യഹൂദർ പോലും അല്ലെങ്കിൽ ഫരിസേയർ പോലും അല്ലെങ്കിൽ നിയമജ്ഞർ പോലും കർത്താവിനെ കുരിശെ കയറ്റിയപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് നമുക്കറിയാം: കർത്താവേ, ഇവരുടെ അജ്ഞത കൊണ്ടാണ് ഇവരോട് പൊറുക്കണേ. നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും കർത്താവിൻ്റെ പ്രാർത്ഥന ഇത് തന്നെയാണ്. കർത്താവ് കുരിശിൽ വീണ്ടും സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ പാപത്തിനും കൂടി അവൻ സഹനങ്ങളേറ്റ് അവനെ അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെയാണ്. അവൻ ഇന്നും സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ സ്വർഗത്തിൽ നിൽക്കുന്നത് വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പാപത്തിനും പരിഹാരം ചെയ്തുകൊണ്ട് തന്നെയാണ്. ആ പരിഹാരം വീണ്ടും ചെയ്യിപ്പിക്കാൻ ഇടവരുത്തരുത്. തമ്പുരാനോട് സ്നേഹത്തോടു കൂടി ഒന്ന് ചേർന്ന് നിൽക്കാൻ പറ്റണം. കർത്താവേ, എൻ്റെ അജ്ഞത കൊണ്ട് ചെയ്തു പോയതാ, എന്നോട് പൊറുക്കണമേ എന്ന് കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് സാധിക്കട്ടെ. തമ്പുരാൻ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.